ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലൂട്ടാബിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 399 രൂപയ്ക്ക് ഒരു ഗെയിമിംഗ് മൗസ്. വില കുറവാണെന്ന് കരുതിയിട്ട് അതിൻ്റെ ക്വാളിറ്റിയിലോ ഡിസൈനിലോ ഒരു കുറവുമില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഫുൾ RGB ലൈറ്റിംഗ് ആണ്, അടിപൊളി മൗസാണ്. ഇനി മൗസിൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്ഗിയറിൻ്റെ A15 എന്ന് പറഞ്ഞ ഗെയിമിംഗ് മൗസാണിത്. ആമസോണിൽ 50% ഓഫിലാണ് ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 399 രൂപയാണ് അതനുസരിച്ചിട്ടുള്ള വില. പിന്നെ വില കുറവാണെന്ന് വിചാരിച്ചിട്ട് മോശമൊന്നുമല്ല കേട്ടോ, നല്ല റേറ്റിംഗ് ഉണ്ട്. 4.5 റേറ്റിംഗ് ഉണ്ട്, 10,000-ലധികം റിവ്യൂസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മൗസാണ്. ആ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഈ റെഡ്ഗിയർ എടുക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു മൗസും കൂടി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് നമ്മുടെ സെബ്രോണിക്സിൻ്റെ സെബ് ട്രാൻസ്ഫോമർ M എന്ന് പറഞ്ഞ മൗസാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മൗസിനേക്കാളും കൂടുതൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ അതിനുണ്ട്. പക്ഷേ എനിക്കിഷ്ടമായത് റെഡ്ഗിയറിൻ്റെ ഒരു ഡിസൈനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് കേട്ടോ. അപ്പോൾ സെബ് ട്രാൻസ്ഫോമർ M-ൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിനും സെയിം വില തന്നെയാണ്. ഈ മൗസിൻ്റെ ഡിസൈൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ മൗസ് പോലെ തന്നെ നല്ല എർഗണോമിക് ആയിട്ടുള്ളൊരു ഡിസൈനും ഷേപ്പൊക്കെയാണ്. പിന്നെ ഇതിന് 2 കളർ വരുന്നുണ്ട് കേട്ടോ, വൈറ്റും വരുന്നുണ്ട്, ബ്ലാക്കും വരുന്നുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബ്ലാക്കാണ്, കാരണം എൻ്റെ എല്ലാ ബാക്കി സംഭവങ്ങളും ബ്ലാക്കാണ്, അതുകൊണ്ട് ഇതും ബ്ലാക്ക് എടുത്തു. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ടിലൊരു ഹണി കോംബ് ഗ്രിൽ ടൈപ്പ് ലൈറ്റൊക്കെ വരുന്നൊരു സംഭവമുണ്ട്. അത് നല്ല രസമാണ് കാണാനായിട്ട്. അതാണ് എനിക്കിതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. RGB ലൈറ്റിങ് നല്ല ലൈറ്റിംഗ് ആണ്, നല്ല അടിപൊളി ലൈറ്റിംഗ് ആണ്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ആമസോണിൽ ഒരു പറയാത്ത ഒരു ഫീച്ചറും കൂടി ഇതിനുണ്ട്. ഇതിൻ്റെ ആമസോണിൽ കേബിൾ എന്ത് തരം കേബിളാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതിൻ്റെ ബ്രൈഡഡ് കേബിളാണ്. അപ്പോൾ അതുകൊണ്ട് മേടിക്കുന്നവർക്ക് ഡൗട്ട് വേണ്ട, നല്ല കേബിൾ തന്നെയാണ്. 7 സ്വിച്ചുകളാണ് ഈ മൗസിലുള്ളത്. ഇതിൽ നമുക്ക് DPI കൂട്ടാനും കുറയ്ക്കാനുള്ള സ്വിച്ചുകൾ, പിന്നെ കസ്റ്റമൈസ് ചെയ്യാവുന്ന സ്വിച്ചുകൾ, അങ്ങനെ എല്ലാം തന്നെയുണ്ട്. നമ്മൾ റെഡ്ഗിയറിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമുക്കിതിലെ കീസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റണതും, അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റണതും ലൈറ്റിങ് ചേഞ്ച് ചെയ്യാൻ പറ്റണതും ഒക്കെ ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. 1000 മുതൽ 6400 DPI വരെയാണ് ഇതിൽ DPI അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണത്. പിന്നെ ഇതിൻ്റെ ഒരു റെസ്പോൺസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായ റെസ്പോൺസ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ നല്ല റെസ്പോൺസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൽ കയ്യിൽ പിടിച്ചിട്ടുള്ളൊരു ഫീല് നല്ലതാണ്. അതിൻ്റെ അടിയിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റിങ്ങോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വെയിറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ നല്ലൊരു ഫീലുണ്ട് മൗസ് യൂസ് ചെയ്യുമ്പോൾ. മൗസ് കാണാൻ നല്ല ലുക്കാണ് കേട്ടോ, നല്ല ലുക്കാണ്. പിന്നെന്താ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ RGB ലൈറ്റിങ്ങിൻ്റെ വലിയ ഫാനൊന്നും അല്ലായിരുന്നു, കാരണം അതൊരു കുറച്ച് ഡിസ്റ്റർബിംഗ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു മൗസ് ഉപയോഗിച്ചതിന് ശേഷം എനിക്കത് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കാരണം ഇരുട്ടായി കഴിഞ്ഞാലും നമ്മുടെ കണ്ണിലേക്ക് കുത്തി കയറുന്ന ടൈപ്പ് അങ്ങനത്തെ ഭയങ്കരമായ വെളിച്ചമൊന്നുമല്ല, നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈറ്റാണ്, കുഴപ്പമില്ല, നല്ല ലൈറ്റാണ്. പിന്നെ ഈ ഗ്രില്ലില്ലേ, ഹണി കോം ഗ്രില്ല് ഫ്രണ്ടിലുള്ളത്, അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കൈ വെക്കാത്തപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്കറിയാം. വെറുതെ ഇരിക്കുമ്പോൾ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഭൂരിഭാഗം കവറായി പോകും. പിന്നെ നിങ്ങളാരും ലൈറ്റ് ഓഫ് ചെയ്ത് ഉപയോഗിക്കേണ്ടിരിക്കുക നല്ലത്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ മൗസ് വാങ്ങിക്കാം, കാരണം ലൈറ്റ് ഓഫ് ചെയ്താൽ ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് പോയി. ഇതിൻ്റെ പെർഫോമൻസ് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ വിലയും കൂടി നമ്മൾ മനസ്സിൽ വയ്ക്കണം കേട്ടോ. കാരണം 399 രൂപ, ആ രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഗെയിമിംഗ് മൗസ്, അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആണ്. പക്ഷെ ഒരിക്കലും നമ്മൾ ലോജിടെക്കിൻ്റെയോ അല്ല അതുപോലത്തെ ഒരു ഗെയിമിംഗ് മൗസായിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ പ്രിസിഷനോ പെർഫോമൻസോ ഒന്നും ഈ ഒരു മൗസിന് കിട്ടില്ല. പക്ഷേ ഈ ഒരു വിലയ്ക്ക് നല്ലൊരു മൗസാണ്, നല്ല പെർഫോമൻസാണ്, പിന്നെ കാണാൻ അപാര ലുക്കാണ്. നമുക്ക് കുട്ടികളൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും സംഭവമൊക്കെ. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, യങ്സ്റ്റേഴ്സിനും നല്ല ഇഷ്ടമാവും. നിങ്ങളൊരു ഹൈ ലെവൽ ഗെയിമർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മൗസ് നിങ്ങൾ വാങ്ങിക്കണ്ട, കാരണം അത് നിങ്ങൾക്ക് അത്രയും ഉപകാരപ്പെടുന്ന ഒരു സംഭവമല്ല. നിങ്ങൾ കുറച്ചും കൂടി നല്ല മൗസ്, കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള മൗസ് വാങ്ങിക്കുന്നത് നല്ലത്. പക്ഷേ ഒരു തുടക്കത്തിലുള്ള ഒരു ആൾക്കുള്ളൊരു ഗെയിമിംഗ് മൗസ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മൗസ് ഒരെണ്ണം മേടിക്കാൻ പോകുന്ന ഒരാൾക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൗസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ച് ഈ മൗസ് വാങ്ങാം. ഇതുവരെ ഒരു കുഴപ്പങ്ങളും ഇല്ല. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടതും എടുത്ത് പറയേണ്ടതായിട്ടൊരു കാര്യം, ബിൽഡ് ക്വാളിറ്റി അടിപൊളി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ്. പിന്നെ ക്ലിക്ക് ഫീഡ്ബാക്കൊക്കെ നല്ല രസമാണ്, നല്ല സോളിഡായിട്ടുള്ള സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്, കാരണം വില കുറച്ചെന്ന് വെച്ചിട്ട് ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല, നന്നായിട്ടുണ്ട് അത്. ഈ പ്രോഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഈ വിലയിൽ ഇതിലും കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ആരെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ വിശ്വസിച്ച് വാങ്ങാം, നല്ല സാധനമാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.